ശ്രീ ശേഖർ കുര്യസ്, നോക്കൂ, നമുക്കിപ്പോൾ രാവിലെ ആയാലും രാത്രി ആയാലും ഇനി ഉച്ചയ്ക്കായാലും ഈ ചൂടിനൊട്ടും കുറവില്ല എന്നതാണ്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും ആ താപനില അല്ലെങ്കിൽ ആ ചൂട് അതിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചൂടുണ്ടല്ലോ, അതങ്ങനെ കൂടിക്കൂടി വരുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എൽ നിനോ പ്രതിഭാസമാണ്, ഇത്തവണ അത് മഴ കുറയാൻ കാരണമാകും, വേനൽ കടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചൂട് ഉയരുന്നത് നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതി ഏതൊക്കെ തരത്തിൽ പ്രതികൂലമായി ബാധിക്കും? എനിക്ക് തോന്നുന്നത് ഈ ചൂട് എന്ന് നമ്മളതിനെ പ്രയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. ഉഷ്ണം എന്നതാണ് ശരി. കാരണം ചൂട് നമ്മൾക്ക് അനുഭവപ്പെടുന്നതിനേക്കാൾ ഉഷ്ണം അനുഭവപ്പെടുന്നതാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പരിസ്ഥിതിയെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ കാലാകാലങ്ങളായി കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾക്ക് അനുഭവേദ്യമാകുന്ന ഈ ഉഷ്ണാവസ്ഥ വർദ്ധിക്കുന്നു എന്നത് കണ്ടുകൊണ്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതൊരു സംസ്ഥാന സവിശേഷ ദുരന്തമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഹീറ്റ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവരികയും ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലേക്ക് വരെ ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. പല നടപടിക്രമങ്ങളും നമ്മൾ ഈ ചൂടാരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലകൾക്കുള്ള നടപടിക്രമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ദുരന്ത പ്രതിരോധ നിധി അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ജില്ലാതലത്തിലും ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തികൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് ഈ നിത മാഡം പറഞ്ഞതിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത്. ഈ രാത്രികാല താപനില ഉയർന്നു നിൽക്കുന്നു. പകൽ സമയം നമ്മൾക്ക് താപനില ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾക്ക് വെയിലത്ത് നിന്ന് മാറി നിൽക്കാനും അല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടിലിരുന്നും ഒക്കെ കുറച്ചൊക്കെ നമ്മളുടെ അതിൽ നിന്നത് ആശ്വാസം നൽകും. പക്ഷേ രാത്രി നമ്മൾ വീടുകളിലേക്ക് ഒതുങ്ങുന്ന, നമ്മൾക്ക് ഉറങ്ങേണ്ടുന്ന സമയത്ത് നമ്മളുടെ താപനില കൂടി നിൽക്കുന്നത് മനുഷ്യരിൽ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിരന്തരം വെള്ളം കുടിക്കുന്നതിനെ സംബന്ധിച്ചും തണൽ സീക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചും വീട് തന്നെ തണുപ്പിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത്. ഈ വീട് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ വയ്ക്കുക എന്ന ഒരു അഡ്വക്കസി മാത്രമല്ല, കൂൾ റൂഫിംഗ് എന്ന പ്രക്രിയ ഇതിൽ വളരെ പ്രധാനമാണ്. നമ്മളുടെ ഉത്തരങ്ങൾ, നമ്മളുടെ മേൽക്കൂരകൾ തണുപ്പിക്കാൻ തക്കതായ ചില നടപടിക്രമങ്ങൾ നമ്മൾക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ അടുത്ത് അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി എല്ലാ മേൽക്കൂരകളും കൂൾ റൂഫ് മേൽക്കൂരകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെടി വെച്ച് പിടിപ്പിക്കുന്നതാകാം, ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേകതരം പെയിൻറ്റുകൾ അടിക്കുന്നതാകാം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ സ്വീകരിച്ചിരുന്നത് ഓല കൊണ്ടിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നനച്ചിടും പകൽ സമയത്ത്. അപ്പോൾ രാത്രി താരതമ്യേന മേൽക്കൂര തണുത്തിരിക്കുമായിരുന്നു. വെന്റിലേഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ എയർ കണ്ടീഷൻഡ് മുറികൾ ആയി നിർമ്മിക്കുന്ന മുറികൾ പലപ്പോഴും തുറന്ന് വായു സഞ്ചാരം ഉറപ്പാക്കിയാൽ തന്നെ ഒരു പരിധിവരെ രാത്രികാല ചൂടിനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി UV നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് കേരളത്തിൽ. അത് സംബന്ധിച്ച മുന്നറിയിപ്പുകളും നമ്മൾ നൽകുന്നുണ്ട്. നേരിട്ട് വെയിലിൽ ഇറങ്ങരുത് ചില സമയങ്ങളിൽ എന്ന് പറയുന്നത് ആ UVയുടെ തോത് കൂടി പരിഗണിച്ചിട്ടാണ്. ഒരു കാര്യവും കൂടി ഞാൻ എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. ഈ വർഷം ഇത്രയും ചൂട് ഉയർന്നെങ്കിലും നമ്മൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് സൂര്യാഘാതം പോലെയുള്ള വിവരങ്ങൾ 2018 പ്രളയശേഷമോ 16-ലോ 10-ലോ ഒക്കെ കിട്ടിയതിനേക്കാൾ കുറവ് അറിവുകളാണ് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ ഈ നിരന്തരമായ IMD പുറപ്പെടുവിക്കുന്ന ചൂട് സംബന്ധിച്ച വാണിംഗ് ആകട്ടെ, ഞങ്ങൾ പറയുന്ന ഡൂസ് ആൻഡ് ഡോൺസ് ആകട്ടെ, വ്യാപകമായി അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതെത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അത്ര കണ്ട് നമ്മൾക്ക് ഈ വലിയ ചൂട് അനുഭവപ്പെട്ട മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അറ്റ്ലീസ്റ്റ് പുറം ലോകം അറിയുന്ന തരത്തിലുള്ള ഈ ആഘാതങ്ങൾ കുറഞ്ഞു നിൽക്കും.